ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല. ഇത് പോളിടെക്നിക്കിൻ്റെ സംസ്ഥാന കലോത്സവമായ സുമതിൽ എഴുതിയ വാക്കുകളാണ്. ഇതിൻ്റെ സംഘാടകർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാനും SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുക അനന്തു ചേരുകയാണ്. അനന്തു, നിങ്ങൾ ഈ പോളിടെക്നിക് കലോത്സവത്തിൻ്റെ കലയോടൊപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടാണ്. സുമതിൽ നിന്ന് തന്നെ പ്രതിരോധം എന്ന അറബി പദമാണ് അല്ലേ? ഏകദേശം 2 ദശാബ്ദകാലത്തിനപ്പുറത്തേക്കാണ് പത്തനംതിട്ട ജില്ല ഒരു സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് വേദിയാവുന്നത്. മികച്ച സംഘാടനം തന്നെയാണ് ഈ കലോത്സവത്തിനകത്ത് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത്. സംഘാടനം ഏറ്റവും നല്ല നിലയിൽ തന്നെ ചെയ്യുമ്പോഴും അത് ഏറ്റവും നല്ല രാഷ്ട്രീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘാടനമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിച്ച ഘട്ടത്തിൽ സുമുദ് എന്ന പദത്തിലേക്ക്, ആ വാക്കിലേക്ക് ഞങ്ങൾ എത്തിയത്. സുമുദ് എന്ന് പറയുന്നത് ഒരു അറബി പദമാണ്. 1967 നീണ്ട 6 ദിവസ കാലഘട്ടം പലസ്തീനിൽ നടന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന, അതെങ്ങനെ അവരെ ഉരുതിരിഞ്ഞു വന്ന രാഷ്ട്രീയ സത്വമായ വാക്കാണ് സുമുദ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, പ്രതിരോധം. അത് പലായനം ചെയ്യപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി എങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയപരമായ അടിത്തറയും അവരുടെ സംസ്കാരവും ഒന്നും ഒരിക്കലും അവിടെ നിന്നും പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു സുമുദ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ ഈ കലോത്സവത്തിന് അത്തരത്തിലുള്ള പേര് നൽകാൻ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ 6 വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത്. 6 വേദികളുടെ കലോത്സവത്തിനും നമ്മൾ ഇത്തരത്തിലുള്ള പേരുകൾ തന്നെയുണ്ട്. ഗാസ, വാചാത്തി, അമരാവതി, പുന്നപ്ര തുടങ്ങി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ലോകത്തിലെമ്പാടും നടന്നിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ചരിത്രവും അത്തരത്തിൽ വിളിച്ചോതുന്ന വേദികളുടെ നാമകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ വേദികളിൽ ഈ രാജ്യത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പ്രതിപാദിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ്റെ സ്വതന്ത്ര രാജ്യമാകുന്നത് വരെ പ്രതിരോധം തുടരുമെന്ന് നമ്മൾ ഇവിടെയെല്ലാം പ്രചരണം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയാണ് എൻ്റെ രാജ്യം എന്നതിനകത്ത് മറ്റ് ഒരു മതരാഷ്ട്ര സങ്കല്പവും ഒന്നിനേക്കാൾ വലുതല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിനകത്തെ സർവകലാശാലകളിൽ, കേരളത്തിനകത്തെ സർവകലാശാലകളിൽ മുന്നോട്ട് വയ്ക്കുന്ന സർവകലാശാലകളുടെ കാവ്യരാഷ്ട്രീയം, അതിനെ വിദ്യാർത്ഥികൾ ചേർത്ത് നിൽക്കുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ വേദികളിലും ജനാധിപത്യ വേദികളുമെല്ലാം സർവകലാശാലകളിനകത്ത് കടന്നു വരികയും അവർക്ക് രാഷ്ട്രീയപരമായി അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങളും ജനാധിപത്യ രീതികളുമൊക്കെ പ്രകടിപ്പിക്കാൻ സർവകലാശാലകളുടെ അവസരമുണ്ട്. ഏതെങ്കിലുമൊക്കെ ആളുകളെ സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതിലേക്കുള്ള നിലപാടുകൾക്കെതിരെയുള്ള പ്രതിരോധമാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതുതന്നെയാണ് ഈ സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് ഇടയ്ക്കും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ കലോത്സവം അവസാനിക്കുന്ന ദിവസമാണിന്ന്. അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരു മതരാഷ്ട്ര സങ്കല്പവും നമുക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്, ജനാധിപത്യ രാജ്യത്തിനേക്കാൾ വലുതല്ല എന്ന് തന്നെയാണ് സംഘാടക സമിതി എന്ന നിലയിലേക്ക് നമ്മൾ പ്രചരണത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ഈ ചില കലാരൂപങ്ങളിൽ പോലും ഇവർ കൃത്യമായി ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലത്തെയുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടുന്ന, ഇപ്പം മൈൻ ഉൾപ്പെടെയുള്ള ഇതിനകത്തൊക്കെ കൃത്യമായി അങ്ങനെയുള്ള കലാരൂപങ്ങൾ കൂടിയായിരുന്നു അല്ലേ? ഉറപ്പായും വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിൻ്റെ 100ഓളം വരുന്ന പോളിടെക്നിക്കുകളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, സാധാരണഗതിയിൽ സർവകലാശാലകളുടെ കലോത്സവങ്ങളിൽ നിന്ന് വിപരീതമായി സാങ്കേതിക സർവകലാശാലകൾ നടത്തുന്ന പോളിടെക്നിക് കലോത്സവങ്ങളിലൊക്കെ രാഷ്ട്രീയം നന്നേ കുറയുന്നു എന്നൊരു ആക്ഷേപം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ വിവിധ വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും നന്നായി അവർ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു അരാഷ്ട്രീയമായ തലമുറയാണ് വളർന്നു വരുന്നതെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം സ്വർഗാത്മക വേദികളിൽ, നമ്മുടെ എല്ലാം കലോത്സവ വേദികളിൽ നന്നായി വിദ്യാർത്ഥികൾ കലയോടൊപ്പം തന്നെ രാഷ്ട്രീയം കൂടി പറയാൻ പാകപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വളരെ അഭിമാനത്തോടു കൂടി സംഘാടക സമിതിയുടെ ഭാഗമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ആളുകൾ പൊതുവിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമൊക്കെ ആകുമ്പോൾ അടിയും പിടിയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ കലോത്സവത്തിൽ അത്തരത്തിലൊരു വാർത്ത വന്നില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത് മാധ്യമങ്ങളിൽ വലിയ ഇടം പിടിക്കാത്തതും ഇല്ലേ? അങ്ങനെ ഒരു സംഘർഷമൊന്നുമില്ല, സമാധാനപരമായി ഒരു കലോത്സവം. യാതൊരു വിധമായ സംഘർഷവുമില്ലാതെ ഏറ്റവും മികവാർന്ന രീതിയിൽ ഈ സംഘാടനം ഞങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ സാധിച്ചു. കലയുടെ മാമാങ്കം ഇവിടേക്ക് വന്നപ്പോൾ, പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നപ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിച്ചു. അതിൻ്റെ പല രീതിയിലുള്ള പ്രതിഫലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ സംഘാടന മികവ് ഞങ്ങൾ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ദൂരെ നിന്നൊക്കെ വരുന്നത്, ഇപ്പം കാസർഗോഡ് നിന്ന് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ, അവരൊക്കെ വലിയ സംതൃപ്തരാണെന്ന് തോന്നില്ലേ? തീർച്ചയായും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികളാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കമ്പാരിറ്റീവ്ലി കേരളത്തിലെ ഏറ്റവും ചെറിയ പോളിടെക്നിക് കോളേജുകളിലൊന്നാണ്. ഞാനിവിടുത്തെ സ്റ്റാഫ് കൺവീനറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആശങ്കകൾ ഉണ്ടായിരുന്നു, എങ്ങനെ ഇവിടെ ഒന്ന് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. വലിയ തലത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു.
പക്ഷേ തീർച്ചയായിട്ടും സംഘാടന മികവ് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവസാന ദിനമാണ്. വലിയ പരാതികളൊന്നും ഇല്ലാതെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ പേരിൽ നല്ല രീതിയിൽ തന്നെ പോളിടെക്നിക് കലോത്സവം നടത്തി വരികയാണ്. ഒരു ആശങ്കയുണ്ട്, സ്റ്റാഫായിരുന്നു ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ യുവാക്കളാണ് വരുന്നത്, കോളേജിൽ പഠിക്കുന്ന പോളിടെക്നിക് കോളേജിൽ സംഘർഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു ആദ്യം. തീർച്ചയായും നമ്മളത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടാകുമ്പോൾ തന്നെ സംഘാടകർ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും പൊളിറ്റിക്കൽ സ്റ്റാഫ് അംഗം കൂടിയാണ്, അപ്പോൾ നിങ്ങൾക്കാണ് ഇവർ അഭിനന്ദനങ്ങൾ നൽകുക, നല്ല രീതിയിൽ സംഘാടനം നടത്തിയത്. എന്തായാലും വ്യക്തമായി ഈ പേരുകൊണ്ട് തന്നെ പ്രതിരോധം എന്ന വാക്ക് കൃത്യമായി തന്നെ അത് സമകാലിക രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ല സന്ദേശം പകർന്നുകൊണ്ടാണ് ഈ പോളിടെക്നിക് കലോത്സവം സമാപനത്തിൽ കൂടി എത്തുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.